നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വരുന്ന ഒരു പ്രശസ്തനായ വ്യക്തി. എപ്പോഴും ഒപ്പം കാണും ഒരു ലോഡ് പുച്ഛവും അഹങ്കാരവും. ഓൾ ഐസ് ഓൺ റാഫ പ്രചാരകൻ. എന്തും വലിയ വായിൽ വിളിച്ചു പറഞ്ഞ് പ്രതികരിക്കാൻ നടക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ രാജ്യത്ത് കുംഭമേള നടക്കുമ്പോൾ ചൈനയുടെ എയുമായി താരതമ്യം ചെയ്യുന്ന ഒരു വ്യക്തി. മുജാഹിദീൻ സമ്മേളനം നടക്കുമ്പോൾ അവിടെ പോയി ആശംസകൾ പറയുന്നതിനപ്പുറം അവിടെ രാമക്ഷേത്രത്തിന്റെ ചരിത്രം പറഞ്ഞ് അവരുടെ ഉള്ളിൽ തീ ആളി കത്തിക്കുന്ന മഹത് മാന്യ വ്യക്തി. ഞാൻ ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാതെ ഇല്ലല്ലോ അല്ലേ? CPMന്റെ തങ്കക്കുടം രാജ്യസഭ MP ജോൺ ബ്രിട്ടാസിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. പുള്ളിക്കാരൻ വലിയ MP ആണ്, CPM ലേബലിൽ കയറിപ്പറ്റിയ MP. പക്ഷെ പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ വാർത്ത വന്നിട്ട് എന്തേ ഈ MP ഒന്നും ഉരിയാടാത്തത്? ഉത്തരേന്ത്യയിൽ ഒരു കാക്ക കറണ്ട് അടിച്ച് ചത്താൽ പോലും കേന്ദ്ര സർക്കാരാണ് കാരണമെന്ന് പറഞ്ഞ് പ്രസ്താവന അടിച്ചിറക്കുന്ന ഒരാളാണ് അദ്ദേഹം. രാജ്യസഭയിൽ മതേതരത്വം, ദേശീയത, ഹിന്ദുത്വം എന്നിവയിലൊക്കെ ഹൈ വോൾട്ട് ഡയലോഗ് അടിക്കുന്ന പ്രസംഗ വീരൻ. എന്നിട്ട് നിങ്ങൾക്ക് നാക്കില്ലേ സംസാരിക്കാൻ? ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് നിങ്ങളെന്ന് നിങ്ങൾ മറന്നുപോകുന്നു. MP ആണെന്നേ ഓർമ്മയില്ലാത്ത അദ്ദേഹം ആണോ ഇത് ഓർക്കാൻ പോകുന്നത്? കഷ്ടം തന്നെയാണ് നിങ്ങളുടെ കാര്യം. എമ്പുരാന് വേണ്ടി ഘോരം വാദിക്കുന്നത് കണ്ടു. അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടി. പാർലമെന്റിൽ ഗംഭീര പ്രകടനം. എന്നാൽ യഥാർത്ഥ സംഭവത്തിൽ നിങ്ങൾക്കൊന്നും പറയാനില്ല അല്ലേ? ഇവിടെയാണ് നിങ്ങളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത്, ഇരട്ടത്താപ്പ് കാണാൻ കഴിയുന്നത്. ഹമാസിന് വേണ്ടി കരഞ്ഞ് വിളിക്കുന്ന നിങ്ങൾ, സ്വന്തം രാജ്യത്ത്, നിങ്ങൾ ജനിച്ച് വളർന്ന് നില ഉറച്ച് നിൽക്കുന്ന സ്വന്തം രാജ്യത്ത് ഒരു ദുരന്തമുണ്ടായപ്പോൾ വായുമടച്ച് ഉരിയാടാൻ വയ്യാതെ ഇരിക്കുന്നു. എന്തൊരവസ്ഥയാണ് നിങ്ങളുടേത്! വോട്ട് ബാങ്ക് കാത്തു സൂക്ഷിക്കണമല്ലോ. ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത ഹമാസിനെ പോലെയുള്ള തീവ്രവാദികൾക്ക് വേണ്ടി അലമുറയിട്ട നിങ്ങൾക്ക് കശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു അനുശോചനം പോലും അർപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. വെറും പുച്ഛം മാത്രം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.